എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ ഇന്നലത്തേക്കാൾ നേരിയ പുരോഗതിയുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. പക്ഷേ ആരോഗ്യനില അതീവ ഗുരുതരം തന്നെയാണെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നതായാണ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ എം.ടി. വാസുദേവൻ നായർ ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തെ സന്ദർശിക്കാനായിട്ട് പല പ്രമുഖരും ആശുപത്രിയിൽ എത്തുന്നുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് ചെറിയ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് എന്നാണല്ലോ. എങ്കിലും ആരോഗ്യനില അതീവ ഗുരുതരം എന്ന ഇന്നലത്തെ മെഡിക്കൽ ബുള്ളറ്റിനിൽ നിന്ന് വ്യത്യാസവും കാണുന്നില്ല. മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതിന് ശേഷം എന്തെങ്കിലും പുതിയ വിവരം ഡോക്ടർമാരിൽ നിന്ന് കിട്ടുന്നുണ്ടോ? മഞ്ജുഷ്, വിശദമായിട്ടൊരു മെഡിക്കൽ ബുള്ളറ്റിനായിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ഒരു അപ്ഡേഷൻ എന്ന തരത്തിലാണ് ഇന്ന് രാവിലെ 11 മണിയോടെ ഹോസ്പിറ്റൽ അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു സന്ദേശമായിട്ടാണ് അവർ അത് നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നത് കഴിഞ്ഞ ദിവസത്തേക്കാൾ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്, പക്ഷേ ഗുരുതരമായ അവസ്ഥയിൽ അതീവ ഗുരുതരമായ നിലയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നുള്ളതാണ്. ആശുപത്രിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രതികരണം അതാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തെ കാണാൻ നിരവധി പ്രമുഖർ എത്തിയിരുന്നു. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് സംവിധായകൻ ജയരാജും അദ്ദേഹത്തെ കണ്ടിറങ്ങിയിരുന്നു. അവരൊക്കെ തന്നെ പറയുന്നത് അദ്ദേഹം കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, കൈകാലുകൾ അനക്കാൻ ശ്രമിക്കുന്നുണ്ട്, പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അത്തരത്തിലാണ് പറയുന്നത്. ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ നിന്നും ഏറെ മെച്ചപ്പെട്ടതായിട്ടാണ് ബന്ധുക്കൾക്ക് മനസ്സിലാക്കാനാകുന്നത്. അദ്ദേഹം പ്രതികരിക്കാനൊക്കെ പേര് വിളിക്കുമ്പോൾ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക പ്രതികരിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നതും അവർക്ക് മനസ്സിലാകുന്നതും. അതുപോലെ ചലിപ്പിക്കാൻ, കൈകാലുകളൊക്കെ ചലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കണ്ണ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തേക്കാൾ ഏറെ പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത ആളുകളോടും അദ്ദേഹത്തെ സന്ദർശിച്ച ആളുകളോടൊക്കെ നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പലരും ആ ഒരു സാഹചര്യം മാറിയതുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ തന്നെ തയ്യാറായതും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ ആലങ്കോട് ലീലാകൃഷ്ണനൊക്കെ അദ്ദേഹത്തെ കണ്ട് വൈകാരികമായിട്ടായിരുന്നു സംസാരിച്ചത്. ഇതിനു മുൻപ് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തി ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. മുൻപ് മരണത്തിന്റെ പരിപാടിയിൽ നിന്ന് തിരിച്ചു വന്ന ചരിത്രമുണ്ട് എം.ടിക്ക്. അത് ഇത്തവണയും ശരിയാണ്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉണ്ട് എല്ലാ കോണുകളിൽ നിന്നും. എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യ നിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നുമുണ്ട്. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ആലങ്കോട് ലീലാകൃഷ്ണൻ അദ്ദേഹം എം.ടിയെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. അതോടൊപ്പം തന്നെ സംവിധായകൻ B. ജയരാജും എം.ടി. വാസുദേവൻ നായരെ കാണാനായി ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടി പ്രതികരണം കേൾക്കാം. ഞങ്ങളും വല്ലാത്ത ഒരു തരം മാനസിക സമ്മർദ്ദത്തിലും പ്രയാസത്തിലുമായിരുന്നു. പ്രതീക്ഷ കൈവിട്ടൊരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ വന്ന് കാണുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. നേരത്തതാണെങ്കിലും ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കായ അക്ഷരസ്നേഹികളുടെ പ്രാർത്ഥന ഫലിക്കാൻ തുടങ്ങുന്നു എന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. കാരണം മരുന്നുകളോട് ചെറിയ തോതിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും എം.ടി. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച എഴുത്തുകാരനാണ്. 78 കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് മരിച്ചു എന്ന് വരെ വാർത്ത വന്നതാണ്. മരണം തോറ്റ് പിൻവാങ്ങി. പിന്നീട് പല ഘട്ടങ്ങളിലും ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ന്യൂമോണിയ പോലുള്ള പ്രശ്നം വന്ന് അതിനെ അതിജീവിച്ചു. അതിജീവനത്തിന്റെ എഴുത്തുകാരനാണ് എം.ടി. ലോകത്തെമ്പാടുമുള്ള മലയാളികളല്ല ആയവരും അല്ലാത്തവരുമായ ഹതാശരും നിരാശരരും ദുഃഖിതരും ദരിദ്രരും അനാഥരുമായ മനുഷ്യരെ അക്ഷരം കൊണ്ട് അതിജീവിക്കാൻ പഠിപ്പിച്ചയാളാണ്. അതിജീവനം എന്നത് സർഗശക്തിയാണ്. ഒരു നേർത്ത ബോധാവസ്ഥയിലേക്ക് എം.ടി. തിരിച്ചു വന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇച്ഛാബലം കൊണ്ട് തന്നെ വാസുദേവൻ അതിജീവിക്കും. എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നുണ്ടെന്നാണ് മെഡിക്കൽ സംഘം അറിയിച്ച ഈ കാര്യം പറഞ്ഞത് സംവിധായകൻ B. ജയരാജാണ്. അദ്ദേഹം തിരിച്ചു വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നും ജയരാജ് പറഞ്ഞു.